السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധമായ മക്കയുടെ താഴ്വാരം, പരിശുദ്ധമായ ഹജ്ജിനെത്തിയ ആതിഥേയരെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യസാക്ഷാത്കാരമായ ഹജ്ജിനു വേണ്ടി എത്തിച്ചേർന്ന ആ തീർത്ഥാടകർ വിശുദ്ധമായ ആ മണ്ണിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരുടെ മനസ്സിലേക്ക് മങ്ങാതെ മായാതെ പ്രകാശം പരത്തി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കുടുംബവും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ചതായ സന്താനത്തെയും തന്റെ ഇണയായ ഹാജറയെയും മക്കയിൽ വിജനമായ മരുഭൂമിയിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ്. ജനഹൃദയങ്ങളെ ഇവരിലേക്ക് ആകർഷിപ്പിക്കുകയും കായികനികൾ ഇവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യണമേ എന്ന് തന്റെ നാഥനോട് വിനയാന്വിതനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. ഇവരുടെ സുഖവിവരങ്ങൾ അറിയാൻ മലകളും മലയോരങ്ങളുമെല്ലാം താണ്ടിക്കടന്ന് ഇടയ്ക്കിടയ്ക്ക് ആ മഹാപ്രവാചകൻ എത്താറുണ്ട്. ഒരിക്കൽ അവിടെ എത്തിച്ചേരുന്നത് വിശുദ്ധ കഅബ നിർമ്മിക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയുമായാണ്. അങ്ങനെ പിതാവും മകൻ ഇസ്മായിൽ നബി അലിഹിസ്സലാം ചേർന്നുകൊണ്ട് പരിശുദ്ധമായ കഅബ പടുത്തുയർത്താൻ തുടങ്ങി. ഇബ്രാഹിം നബി അലിഹിസ്സലാം പടവ് നടത്തിയപ്പോൾ മകൻ ഇസ്മായിൽ കല്ലുകൾ ചുമന്നുകൊണ്ടുവന്ന് കൊടുത്ത് പിതാവിനെ സഹായിക്കുകയാണ്. ഈ നിർമ്മാണ ജോലിക്കിടയിൽ അവർ അള്ളാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഈ സേവനം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ ഈ രംഗം ലോകരക്ഷിതാവായ അല്ലാഹു തആല വിവരിക്കുന്നത് കാണാം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് ഈ കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശുദ്ധമായ മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഭക്തജനങ്ങൾക്കായി കഅബയെ പരിശുദ്ധമാക്കി വെക്കുവാൻ, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാക്കി സൂക്ഷിക്കുവാൻ അല്ലാഹു തആല അവർ രണ്ടാളോടും കൽപ്പിക്കുകയാണ്. വിശുദ്ധമായ കഅബയുടെ നിർമ്മാണത്തെ പരിശുദ്ധമായ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 125 മുതൽ 27 വരേക്ക് വരുന്ന വചനങ്ങളിൽ അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. പ്രസ്തുത വചനങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى وَعَهِدْنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ أَن طَهِّرَا بَيْتِيَ لِلطَّائِفِينَ وَالْعَاكِفِينَ وَالرُّكَّعِ السُّجُودِ وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُم بِاللَّهِ وَالْيَوْمِ الْآخِرِ قَالَ وَمَنْ كَفَرَ فَأُمَتِّعُهُ قَلِيلًا ثُمَّ أَضْطَرُّهُ إِلَى عَذَابِ النَّارِ وَبِئْسَ الْمَصِيرُ. അല്ലാഹു തആല പറയുകയാണ്, ഓർമ്മിക്കണം നിങ്ങൾ, പരിശുദ്ധമായ കഅബയെ നാം ജനങ്ങൾക്കുള്ളതായ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുകയും നിർഭയസ്ഥാനമാക്കുകയും ചെയ്യുകയുണ്ടായി. ഇബ്രാഹിം നിന്ന ആ സ്ഥാനം നിങ്ങൾ നമസ്കാര സ്ഥലമായി സ്വീകരിക്കുക എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. തവാഫ് ചെയ്യുന്നവർ, അതുപോലെ അവിടെ ഭജനമിരിക്കുന്നവർ, റുക്കോഉം സുജൂദും ചെയ്ത് നമസ്കരിക്കുന്നവർ എന്നിവർക്ക് വേണ്ടി എന്റെ ഈ വിശുദ്ധമായ ഭവനത്തെ
ശുദ്ധമാക്കുവിൻ എന്ന് ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം കൽപ്പന കൊടുത്തു. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുക, ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, എന്റെ നാഥ, ഇതിനെ ഒരു നിർഭയത്വ രാജ്യമാക്കണമേ. അതുപോലെ തന്നെ ഈ നാട്ടുകാർക്ക് കായികനികൾ നീ ഭക്ഷിപ്പിക്കണമേ. അതായത് അവരിൽ നിന്ന് അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചവർക്ക്. അല്ലാഹു തആല പറഞ്ഞു, അവിശ്വസിച്ചവർക്കും ഞാൻ ആഹാരം നൽകും. അല്പകാലം ഞാൻ അവരെ അതനുഭവിപ്പിക്കുകയും ചെയ്യും. പിന്നെ അവനെ നരകശിക്ഷയിലേക്ക് തള്ളും. ആ ഭാഗതയും എത്ര മോശമാണ്. ഇബ്രാഹീമും ഇസ്മായിലും ആ ഭവനത്തിന്റെ അടിത്തറ ഉയർത്തുമ്പോൾ അവർ തങ്ങളുടെ രക്ഷിതാവിനോട് ഇത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു തആല ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വളരെ ചെറിയ രൂപത്തിൽ നമുക്ക് വിവരിച്ചു തരുന്നത്. കഅബയ്ക്ക് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിയർപ്പിന്റെ പരിമളമുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഈ മഹാപുരുഷന്മാരുടെ ത്യാഗോജ്വലമായ ജീവിതം അയവിറക്കുകയാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും പല കർമ്മങ്ങളും ഇവരുടെ ജീവിതത്തിലെ പുളകമണിയിക്കുന്ന അധ്യായങ്ങൾ കൂടിയാണ്. തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരുടെ ആദർശ പിതാവായി പരിചയപ്പെടുത്തിയിട്ടുള്ള, വിശ്വാസികളുടെ ജീവിതത്തിന് മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ള, മാലോകർക്ക് ആത്മീയ നേതാവായി അല്ലാഹു തആല നിർണയിച്ചിട്ടുള്ള, അല്ലാഹു തന്റെ ആത്മമിത്രമായി സ്വീകരിച്ചിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിൽ പഠിക്കാൻ ധാരാളം പാഠങ്ങളുണ്ട്. ആ ചരിത്രമുറങ്ങുന്ന മണ്ണിലെത്തിച്ചേരുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് ഈ ചരിത്രം മുഴുവൻ അരിച്ചിറങ്ങുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതേ, വിശുദ്ധമായ ഹജ്ജിലുടനീളം അവർ സ്മരിക്കപ്പെടുകയാണ്. അല്ലാഹുവിനുള്ളതായ സമ്പൂർണമായ സമർപ്പണത്തിലൂടെ അവർ നേടിയെടുത്തതായ ജീവിത വിജയത്തിന്റെ പാഠങ്ങൾ നാം അവിടെ അയവിറക്കുന്നു. ആ വിശുദ്ധമായ മണ്ണിലേക്ക് നമുക്കും എത്തിച്ചേരാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.